കയ്യിലുള്ളതിനേക്കാൾ നല്ലതോ മോശമായതോ ലഭിക്കുമ്പോഴാണ് കയ്യിലുണ്ടായിരുന്നതിൻ്റെ യഥാർത്ഥ മൂല്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. നമ്മുടെയൊക്കെ ജീവിതം തന്നെ ഒരു പാഠശാലയാണ്. നമുക്ക് പഠിക്കാനുള്ള പല പാഠങ്ങളും അവിടെ തന്നെയുണ്ട്. മടിയന്മാരുടെ പ്രവൃത്തി ദിവസവും മൂഢന്മാരുടെ പ്രവൃത്തി ദിവസവും എന്നും നാളെയായിരിക്കും. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾ മുഴുവനായി മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മളെ കുറ്റപ്പെടുത്തുന്നവർ ഒരിക്കലും നമ്മെ ആത്മാർത്ഥമായി സ്നേഹിച്ചവരാകില്ല. ഒരിക്കലും നിങ്ങൾ സ്നേഹത്തിനു വേണ്ടി യാചിക്കരുത്. സ്നേഹം അത് അറിഞ്ഞു നൽകേണ്ട ഒന്നാണ്. നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം നിങ്ങളുടേതാണ്. എൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലം എനിക്കുള്ളതും. അതിനാൽ നല്ല പ്രവൃത്തികൾ ചെയ്യുക. സ്നേഹം അഭിനയിക്കുന്നവർ മാത്രമേ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ നമ്മോട് അകലുകയുള്ളൂ. ആത്മാർത്ഥമായി സ്നേഹിച്ചവർ എന്നും കൂടെ തന്നെയുണ്ടാകും. ലോകത്ത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ആത്മാർത്ഥതയുള്ള സ്നേഹം അത് മാതാവിൻ്റെ സ്നേഹമാണ്. ആദ്യ പരാജയം അഭിമുഖീകരിക്കാൻ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്. കാരണം വിജയകരമായ ഒരു കണക്ക് പോലും തുടങ്ങുന്നത് സീറോയിൽ നിന്നാണ്. നമ്മൾ സ്വപ്നം കാണുന്ന സ്വപ്നങ്ങൾ നമ്മെ വളരെയധികം ചിന്തിപ്പിക്കുന്നു. ഈ ചിന്തകൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ നമ്മെ സഹായിക്കുന്നു. ഇങ്ങനെയുള്ള സ്വപ്നങ്ങളാണ് നമ്മൾ കാണേണ്ടതും. ജീവിതത്തിൽ എത്ര ആഗ്രഹിച്ചാലും തിരിച്ചു കിട്ടാത്ത പലതുമുണ്ട്. അതിലൊന്ന് അറിഞ്ഞോ അറിയാതെയോ നഷ്ടപ്പെടുത്തിയ ചില സ്നേഹബന്ധങ്ങളാണ്. നമ്മൾ സ്നേഹിക്കുന്നവരെയല്ല, നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ പഠിക്കുക. ചിലർ മഹാന്മാരായി ജനിക്കുന്നു, മറ്റു ചിലർ മഹാന്മാരായി തീരുന്നു. ചിലരുടെ മേലാകട്ടെ മഹത്വം അടിച്ചേൽപ്പിക്കുന്നു. ദൈവം എല്ലാം നന്നായി സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യൻ ഇടപെടുമ്പോൾ അവ തിന്മയുള്ളതായി മാറുന്നു. ഒരാൾ വാങ്ങുന്ന ശമ്പളമോ ധരിക്കുന്ന വസ്ത്രമോ പാർക്കുന്ന ഭവനമോ അല്ല അയാളുടെ യോഗ്യത നിശ്ചയിക്കുന്നത്. സ്വാതന്ത്ര്യത്തോടുള്ള സ്നേഹം മറ്റുള്ളവരോടുള്ള സ്നേഹമാണ്. എന്നാൽ അധികാര സ്നേഹമാകട്ടെ തന്നോട് തന്നെയും ഉള്ള സ്നേഹമാണ്. കലഹിക്കുന്ന ഓരോന്നുമായി കലഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒന്നിനും അവസാനം ഉണ്ടാകില്ല. സ്വന്തം അവശതകളെ പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയും പോലെ മറ്റാർക്കും കഴിയുകയില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ വിജയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധാലുവായിരിക്കുകയും ആ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം. വാശിയെ വാശി കൊണ്ട് തോൽപ്പിക്കുവാൻ ആർക്കും കഴിയും. എന്നാൽ വാശിയെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ അത്രയും ക്ഷമയുള്ളവർക്കേ സാധിക്കൂ. നിനക്ക് പരാജയം വരുമ്പോൾ അതിനെ നീ ഭയപ്പെടരുത്. പകരം ആ പരാജയത്തെ ധൈര്യത്തോടെ നേരിടുക. വിജയം നിനക്കായിരിക്കും. പലപ്പോഴും ഈ ലോകം സ്നേഹം അഭിനയിക്കുന്നവർക്കുള്ളതാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ആത്മാർത്ഥമായി സ്നേഹിച്ചവർ പലപ്പോഴും പരാജയപ്പെടുന്നു. നിങ്ങളുടെ അമ്മയോട് സംസാരിക്കുമ്പോൾ മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. കാരണം നിങ്ങളെ സംസാരിക്കാൻ പഠിപ്പിച്ചത് ആ അമ്മയാണ്. ജീവിതം നമ്മെ പല വേഷങ്ങൾ കെട്ടിക്കുന്നു. സ്വപ്നങ്ങൾ പല കാഴ്ചകളും കാണിക്കുന്നു. എന്നാൽ സ്നേഹം എന്നത് നല്ല മനസ്സുള്ളവർ തരുന്ന സമ്മാനമാണ്. ഒരു പുരുഷന് ഒരു സ്ത്രീയോട് ആകർഷണം തോന്നിക്കാനുള്ള 3 കാര്യങ്ങളിൽ ഒന്ന് ആ സ്ത്രീയുടെ സൗന്ദര്യം, രണ്ടാമത്തേത് സ്വഭാവം, മൂന്നാമത്തേത് സാഹചര്യം എന്നിവയാണ്. ഒറ്റ രാത്രിയിലെ വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് മറ്റനേകം രാത്രികൾ ചിലവഴിക്കേണ്ടി വരും. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ വഴിയിലെ തടസ്സങ്ങൾ മറികടക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം.
കഠിനാധ്വാനം ചെയ്ത വിയർപ്പിൻ്റെ ദുർഗന്ധത്തിൽ നിന്നാണ് വിജയത്തിൻ്റെ മധുരഗന്ധമുണ്ടാകുന്നത്. മനുഷ്യൻ വെറും നിസ്സാരൻ ആണെന്ന് കാണിച്ചു തരുന്നവയാണ് പ്രകൃതി ദുരന്തങ്ങൾ. ജീവിതത്തിന് വിലപേശലൊന്നുമില്ല. നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാത്തിനും ഒരു വിലയുണ്ട്. നേടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ കഴിവിൻ്റെ അവസാനം വരെയും നിങ്ങൾ പരിശ്രമിക്കണം. വിജയം 2 രീതിയിലൂടെയാണ് ഉണ്ടാകുന്നത്. ഒന്ന് കഠിനാധ്വാനത്തിലൂടെ, മറ്റൊന്ന് ആകസ്മികമായി. ഒരു കാര്യം നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നില്ലെങ്കിലും കഴിയില്ലെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. ഒരു നുണ കൊണ്ട് ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് സത്യത്താൽ വേദനിപ്പിക്കുന്നതാണ്. തൻ്റെ ലക്ഷ്യം നിറവേറ്റണമെന്ന ആഗ്രഹമുള്ളയാൾ എത്ര മോശം സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. മറ്റൊരാൾക്ക് വളർത്തിയെടുക്കാവുന്ന ഒന്നല്ല കുലീനത, അത് നമ്മുടെ ഉള്ളിൽ സ്വയം വളർന്നു വരേണ്ടതാണ്. നിങ്ങളെ ആത്മാർത്ഥമായും ആഴത്തിലും സ്നേഹിക്കുന്നവർ, അവർ എത്ര തിരക്കിലാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുകയും നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്യും. മറ്റുള്ളവർ നിങ്ങളെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിനു മുൻപ് നിങ്ങൾ നിങ്ങളെ അറിയുക, മനസ്സിലാക്കുക. ഒരു വ്യക്തിയോടുള്ള നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ പലപ്പോഴും അത് നിങ്ങളുടെ കോപത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും. അവസരം എന്നത് ദൈവാധീനത്തിൻ്റെ കളിപ്പേരാണ്. അത് എപ്പോഴും വന്നു ചേരണമെന്നില്ല. വന്നു ചേരുമ്പോൾ നല്ല രീതിയിൽ ഉപയോഗിക്കുവാൻ ശ്രമിക്കുക. ചിലരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ പല കാര്യങ്ങൾ കൊണ്ടും അഭിനയിക്കുന്നവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മളെ തളർത്തുന്നവരും വളർത്തുന്നവരും നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്നുണ്ടാകും. പക്ഷേ അത് നാം തിരിച്ചറിയുന്നത് ഏറെ വൈകിയായിരിക്കും. നിങ്ങൾ എത്രത്തോളം ക്ഷമിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ ക്രൂശിക്കപ്പെടും. ജീവിച്ചിരിക്കുന്നവർ ആദരവിന് വേണ്ടി കാത്തിരിക്കുന്നു. എന്നാൽ മരിച്ചവരോ സത്യമല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ പരിശ്രമിച്ചിട്ട് തോറ്റാൽ അത് നിങ്ങളുടെ തെറ്റല്ല. എന്നാൽ പരിശ്രമമില്ലാതെ തോറ്റാൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. ഒരാൾ നിങ്ങളെ ആത്മാർത്ഥമായും ആഴത്തിലും സ്നേഹിക്കുകയാണെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർ നിങ്ങൾക്ക് ഒരു ശക്തിയായിരിക്കും. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ കണ്ണുകളിൽ നിന്നും മനസ്സിലാക്കാം നിങ്ങളോടുള്ള ആത്മാർത്ഥതയും സ്നേഹവും. ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരാത്ത 4 കാര്യങ്ങൾ: നഷ്ടപ്പെട്ടുപോയ സമയം, പറഞ്ഞുപോയ വാക്കുകൾ, കഴിഞ്ഞുപോയ ജീവിതം, നഷ്ടപ്പെട്ടുപോയ അവസരങ്ങൾ. ഒരു സ്ത്രീയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പുരുഷൻ ആ സ്ത്രീയുടെ കണ്ണുകളിൽ നോക്കിയായിരിക്കും കൂടുതലും സംസാരിക്കുക. പല സാഹചര്യങ്ങളും നമ്മെ ക്ഷമിക്കാനും മറക്കാനും പഠിപ്പിക്കുന്നു. ഒരു സ്ത്രീ സ്നേഹിക്കുന്ന പുരുഷൻ ആദ്യമായി ആ സ്ത്രീയുടെ നെറ്റിയിലാണ് ചുംബിക്കുന്നതെങ്കിൽ അതിനർത്ഥം അയാൾക്ക് ആ സ്ത്രീയോട് വാത്സല്യം നിറഞ്ഞ സ്നേഹമാണ് ഉള്ളത് എന്നാണ്. ആഗ്രഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ. വിഡ്ഢികൾ വിജയം സ്വപ്നം കണ്ടു വെറുതെയിരിക്കുന്നു. ബുദ്ധിമാന്മാർ എഴുന്നേറ്റ് കഠിനാധ്വാനം ചെയ്തു വിജയം കൊയ്യുന്നു. നാളെ നിങ്ങൾ ആരാണെന്ന് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി തീരുമാനിക്കുന്നു. നല്ല ഭാവിയെക്കുറിച്ച് ചിന്തയുള്ളവൻ വർത്തമാനകാലത്തിലെ തൻ്റെ മോശം പ്രവൃത്തികളെ നിയന്ത്രിക്കും.
നിങ്ങളുടെ ഒരു സ്വപ്നം സഫലമായാൽ ഉടൻ അതിനോടുള്ള ലഹരി നഷ്ടപ്പെടും. ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ സത്യം പറയുകയാണെങ്കിൽ പിന്നീട് അത് ഓർത്തു പറയേണ്ട ആവശ്യം വരില്ല. ബുദ്ധിമാന്മാർക്ക് അനുഭവങ്ങൾ നല്ല അധ്യാപകർ ആയിരിക്കും.